എൽഡിഎഫിന് മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ് ലീഡ് തിരിച്ചു ആറ്റിങ്ങലിൽ മുന്നിലെത്തിയിട്ടുണ്ട്. കോട്ടയത്ത് 3-ാം റൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. UDF ആണ് ലീഡ് ചെയ്യുന്നത്. അവിടെയും UDF ആണ് ലീഡ് ചെയ്യുന്നത്. എറണാകുളത്ത് 42,000 വോട്ടായിട്ട് ഹൈബിയുടെ ലീഡ് കൂടി 1 ലക്ഷം ഉറപ്പാക്കുകയാണ് ഹൈബിയുടെ ലീഡ്. ആറ്റിങ്ങലിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിവരം അനുസരിച്ച് വിജോയ് ആണ് ലീഡ്. ചെറിയ ലീഡ് 200 സംതിങ്. ആറ്റിങ്ങലും ആലത്തൂരുമാണ് ഇപ്പോൾ LDFന്റെ പക്ഷത്തുള്ളത്. കാസർഗോഡ് കൈവിട്ടു പോകുന്ന സൂചനയുണ്ട്, പക്ഷെ പറയാൻ പറ്റില്ല. കാരണം പാലക്കാട് ശ്രീകണ്ഠന് പിന്നെയും ലീഡ് കൂടി 14,000-നടുത്ത് 13,297 ലീഡ് മാറിയിരിക്കുന്നു. അങ്ങനെ സംസ്ഥാനത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ വലിയ പോരാട്ട ചിത്രം ഉയരുന്നു. UDF തരംഗമായി വീശുന്നു. വേഗത്തിൽ മടങ്ങി വരാം. 10 സെക്കൻഡ് മാത്രം. പവർ ബ്രേക്ക്. സുരേഷ് ഗോപിയുടെ ലീഡാണ്. സുരേഷ് ഗോപിയുടെ ലീഡ് 16,000 കടന്നു. സംസ്ഥാനത്ത് സുരേഷ് ഗോപിയിലൂടെ താമര വിരിയുമോ എന്ന് നമുക്ക് അല്പസമയം കൂടി കാത്തിരുന്നു കാണേണ്ടി വരും. സംസ്ഥാനത്ത് തൃശൂരിൽ BJPയുടെ മുന്നേറ്റമാണ്. മറ്റ് 17 സ്ഥലങ്ങളിൽ കോൺഗ്രസ് UDF മുന്നേറുന്നു. 2ഇടത്ത് മാത്രമാണ് ഇപ്പോൾ LDFന്റെ മുന്നേറ്റമുള്ളത്. അവിടെയും ടൈറ്റ് ഫൈറ്റ് ആണ്. 307ലേക്ക് NDA കൂടി. കാരണം ബീഹാറിൽ NDA തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. 35 സീറ്റുകളിൽ ബീഹാറിൽ ഇപ്പോൾ NDA ലീഡ് ചെയ്യുന്നു എന്നാണ് ഏറ്റവും പുതിയ വിവരം. UPയിൽ പക്ഷേ ടൈറ്റ് ഫൈറ്റ് ആണ്. വെസ്റ്റ് ബംഗാളിലും TMC ആണ് മുന്നിൽ. മധ്യപ്രദേശിൽ 29 സീറ്റുകളിലും BJP ലീഡ് ചെയ്യുകയാണ്. മഹാരാഷ്ട്രയിൽ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു. NDAയും ഇന്ത്യയും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന കാഴ്ച മഹാരാഷ്ട്രയിൽ നിന്ന് വരികയും ചെയ്യുന്നു. ആലത്തൂരിൽ ലീഡ് കൂടിയിരിക്കുന്നു. ആലത്തൂരിൽ K രാധാകൃഷ്ണന് 5,789 വോട്ടുകളുടെ ലീഡ്. K രാധാകൃഷ്ണന് ആലത്തൂരിൽ ലീഡ് വർദ്ധിക്കുന്നു. LDFന്റെ പച്ചത്തുരുത്തായി ആലത്തൂർ മാറുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം പരമ്പരാഗതമായ LDF മണ്ഡലമാണ് ആലത്തൂർ. അവിടെ രമ്യ ഹരിദാസ് കഴിഞ്ഞ തവണ 1,60,000 വോട്ടുകൾക്ക് ജയിച്ച പശ്ചാത്തലമുണ്ട്. ഇത്തവണ പെട്ടെന്ന് മടങ്ങി വരാം. എന്തായാലും 17-2-1 അതിന് ഉറപ്പിക്കാം. ഇടവേളയ്ക്ക് ശേഷം ഒരു 10 സെക്കൻഡ് മാത്രം പവർ ബ്രേക്ക്. അതിനുശേഷം മടങ്ങി എത്തുമ്പോൾ ഇതേ രീതിയാണോ എന്ന് നോക്കാം. 10 സെക്കൻഡ് മാത്രം. അതായത് ഏറ്റവും കൂടുതൽ തപാൽ വോട്ടുകൾ ലഭിച്ച ശശി തരൂർ 3 വോട്ട് നേടിയിട്ടുള്ള പന്ന്യൻ രവീന്ദ്രനേക്കാൾ അല്ലെങ്കിൽ 2 വോട്ട് നേടിയിട്ടുള്ള പന്ന്യൻ രവീന്ദ്രനേക്കാൾ 3 വോട്ടുകൾക്ക് മുന്നിൽ ആണ് എന്ന ഡേറ്റ അത് സോഫ്റ്റ്വെയർ തന്നെയാണ് കണക്കാക്കുന്നത്. ഇത് എളുപ്പത്തിൽ 12,000 കൂടി. രാജ്മോഹൻ ഉണ്ണിത്താൻ 12,231 വോട്ടുകളുടെ ലീഡ്. അങ്ങനെ കാസർഗോഡും UDFന്റെ പക്ഷത്തേക്ക് വരികയാണ്. ഇനി ആറ്റിങ്ങലും ആലത്തൂരും മാത്രമേ LDFന് പ്രതീക്ഷയുള്ളൂ. ഒപ്പം മാവേലിക്കരയും മാത്രം. ഇപ്പോഴും കാസർഗോഡ് ഇത് UDF 40,000-ഓളം കഴിഞ്ഞ തവണ ഭൂരിപക്ഷം കിട്ടിയ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ 39,338 ആയി കഴിഞ്ഞു. സേഫാണ്. പക്ഷേ ഇവിടെ UDF തരംഗമാണെന്ന് പറയാൻ പറ്റുമല്ലോ. കാരണം ഇത്രയും വോട്ടുകൾ കഴിഞ്ഞ തവണ ഈ ശ്രദ്ധിച്ചാലറിയാം. ഇടുക്കി അതിൽ പ്രധാനമാണ്, കൊല്ലം പ്രധാനമാണ്, വരുന്നത് സ്ട്രോങ് ഹോൾഡ്സിൽ അതിശക്തമായ മുന്നേറ്റം. വോട്ട് ചോർച്ച ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ തൃശ്ശൂരിൽ എന്ത് സംഭവിച്ചു? അവിടെ സുരേഷ് ഗോപിയുടെ സാന്നിധ്യമാണ്. മാവേലിക്കരയിൽ UDF ലീഡ് ചെയ്യുന്നു. രഞ്ജിത്ത് 307ലേക്ക് ദേശീയതലത്തിൽ NDA സഖ്യം കുതിച്ചെത്തുന്നു. 307ലേക്ക് UDF ലീഡ് തിരിച്ചു പിടിക്കുന്നു. കൊടിക്കുന്നിൽ സുരേഷ് മാവേലിക്കരയിൽ സുരേഷ് ഗോപിയുടെ ലീഡ്. ആലത്തൂരിലാണ് ആറ്റിങ്ങലുണ്ടോ? ആറ്റിങ്ങൽ 200 പരം വോട്ടുകളുടെ ലീഡ് മാത്രമാണ് ഇടതുമുന്നണിക്ക് ആറ്റിങ്ങലിലുള്ളത്. തുരുത്തായി മറ്റൊന്ന് നിൽക്കുന്നത് ആലത്തൂരാണ്. ആലത്തൂരും ആറ്റിങ്ങലും മാത്രമായി കാസർഗോഡ് നമുക്ക് പട്ടികയിൽ നിന്ന് മാറ്റാം. അത് ഉണ്ണിത്താന്റെ പക്ഷത്തേക്ക് പോയി UDFലായി. ഇനിയിപ്പോൾ ആലത്തൂരും പാലക്കാട് ആലത്തൂര്, ആറ്റിങ്ങൽ, മാവേലിക്കര ഈ 3 മണ്ഡലം. മാവേലിക്കര പക്ഷെ ചെറിയ രീതിയിൽ ചെറിയ പ്രതീക്ഷ LDFനുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ബാക്കിയുള്ളിടത്തെല്ലാം പോയി. പക്ഷേ തൃശ്ശൂരിൽ UDF ചിത്രം മാറി. പ്രകാശ് മുന്നിൽ വരുന്നു. 2,000 കടന്നു.
വോട്ടുകളായി സുരേഷ് ഗോപിയുടെ ലീഡ് ഉയരുന്നു. സുരേഷ് ഗോപി അങ്ങനെ ആലത്തൂരിൽ ലീഡ് കൂടുന്നു. ആലത്തൂർ മാത്രമായിരിക്കും LDF ഇത്തവണ കിട്ടാൻ പോകുന്നത്. ഒരു സീറ്റ് LDF കിട്ടുകയാണെങ്കിൽ അത് ആലത്തൂരായിരിക്കും അല്ലെ? ആലത്തൂരിലാണ്. ഏറെക്കുറെ ഇടതുമുന്നണി ഇടതുമുന്നണിയുടെ കോട്ടയാണ് ആലത്തൂർ. അവിടെ നഷ്ടപ്പെട്ട കോട്ട തിരിച്ചു ശ്രദ്ധിക്കുക. തിരുവനന്തപുരത്ത് തരൂരിന്റെ ലീഡ് കുറയുന്നു. 572 വോട്ടുകളായി തരൂരിന്റെ ലീഡ് കുറഞ്ഞു. ശ്രദ്ധിക്കുക. തിരുവനന്തപുരം ശക്തമായ മത്സരം. 500ലേക്ക് തരൂരിന്റെ ലീഡ് കുറയുന്നു. രണ്ടാം സ്ഥാനത്ത് അവിടെ രാജീവ് ചന്ദ്രശേഖരല്ലേ? BJP രാജീവ് ചന്ദ്രശേഖറാണ്. ശക്തമായ മത്സരം ഈ മൂന്നാം റൗണ്ടിൽ തിരുവനന്തപുരത്ത് നടക്കുന്നു. BJP തിരുവനന്തപുരത്ത് നേരത്തെ പറഞ്ഞാൽ അവസാനത്തെ റൗണ്ട് എത്തുമ്പോഴേക്കും അല്ല, ഈ സമയം തരൂരിന് ഇത്രയും ലീഡ് കിട്ടിയാലും അവസാന സമയം. പക്ഷെ അവിടെ വേറൊരു കാര്യമുണ്ട്. LDFന്റെ വോട്ടുകൾ LDFന്റെ പെട്ടിയിൽ വീണിട്ടുണ്ട് എന്ന് വേണം കരുതാൻ, ഇല്ലേ? ഇപ്പോൾ വോട്ടിടുന്ന സമയത്ത് കഴിഞ്ഞ തവണത്തെ പോലെ അല്ല കാര്യങ്ങൾ. കഴിഞ്ഞ തവണ തരൂരിന്റെ ഏകപക്ഷീയമായ മുന്നേറ്റമായിരുന്നു. അപ്പോൾ അവിടെ LDFന്റെ വോട്ടുകൾ കൃത്യമായി കിട്ടിയിട്ടുണ്ട്. തൃശ്ശൂരിൽ നിന്ന് വരുന്നു 96,839 സീറ്റ് സുരേഷ് ഗോപിക്ക്. അതായത് 1 ലക്ഷത്തിനടുത്തേക്ക് വോട്ടുകൾ. സുരേഷ് ഗോപിയുടെ ലീഡ് 18,000-ലേക്ക് കടന്നിരിക്കുകയാണ്. 18,000 വോട്ടുകൾക്ക് സുരേഷ് ഗോപി ലീഡ് ചെയ്യുന്നു. കോട്ടയത്തും UDF ലീഡ് ഉയർത്തി 10,156 വോട്ടായി ഫ്രാൻസിസ് ജോർജിന്റെ. ദേശീയ തലത്തിൽ BJPക്ക് കേവല ഭൂരിപക്ഷത്തിന് വേണ്ട സീറ്റുകളിൽ ലീഡ് ഇപ്പോഴില്ല. ഒറ്റയ്ക്ക് 248 സീറ്റുകളിലെ ലീഡുള്ളൂ. ബാക്കി സഖ്യകക്ഷികളുടെ സഹായത്തോടെയാണ് 303. BJPക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം കിട്ടാൻ സാധ്യത കാണുന്നില്ല. 248 മാത്രമാണ് ഇപ്പോൾ. 249 ടൈറ്റ് മത്സരം. കോൺഗ്രസ് 10, BJP 16, JDS 2. കർണാടകത്തിൽ ടൈറ്റ് മത്സരത്തിലേക്ക് ആലത്തൂർ മാത്രമാണ് LDFന് 18 സീറ്റുകളിൽ UDF, 1 സീറ്റിൽ BJP എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ ആലപ്പുഴയായിരുന്നുവെങ്കിൽ ഇത്തവണ ആലത്തൂർ LDFനെ സഹായിക്കുകയാണ്. ഒറ്റ സീറ്റിൽ മാത്രം ലീഡ്. കൊല്ലത്ത് പ്രേമചന്ദ്രൻ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ലീഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഉറപ്പിച്ച കുറെ അധികം. ഇടുക്കിയിൽ 31,000 കടന്നു. വയനാട്ടിൽ 30,000 കടന്നു. മലപ്പുറത്ത് 42,000 കടന്നു. കൊല്ലത്ത് 10,000 കടന്നു. ആലപ്പുഴയിൽ 11,000 കടന്നു. പാലക്കാട്ട് 13,000 കടന്നു. 22,000 കടന്നു. 50,000 കടന്നിരിക്കുന്നു. ലീഡ് 50,000. സംസ്ഥാനത്തുടനീളം UDF തരംഗം ആഞ്ഞു വീശുകയാണ്. സംസ്ഥാനത്ത് UDF തരംഗമാണ്. 1 സീറ്റിൽ മാത്രമാണ് ഇപ്പോൾ LDF ലീഡുള്ളത്. എല്ലാ സീറ്റുകളിലും 30,000-ന് മുകളിലെങ്കിലും ലീഡ് ഉയർത്തിയാണ് ഇപ്പോൾ UDF പ്രധാനപ്പെട്ട എല്ലാ സീറ്റുകളിലും തങ്ങളുടെ കോട്ടകൾ കാക്കുന്നു. ഒപ്പം LDFന്റെ പരമ്പരാഗത സീറ്റുകളിലും വലിയ ലീഡ് ഉയർത്തുന്നു. എറണാകുളത്തൊക്കെ 50,000 കടന്നുള്ള ലീഡ് നിലയാണ്. മലപ്പുറത്ത് 2 മണ്ഡലങ്ങളിലും പ്രവചനങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട്